മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു കവർ ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ടൈറ്റിൽ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു പേജിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ ഈ കാണുന്ന 4 പേജുകളിലെ ടെക്സ്റ്റ് ഈ ഒരു പേജിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റർ ഭാഗത്തേക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് വേർഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കാണുന്ന വേർഡ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഒരു ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ആയതായിട്ട് കാണാം. ലേഔട്ട് എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് എന്നുള്ള ഭാഗത്ത് വന്ന് ഞാൻ A4 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാമ്പിൾ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈക്വൽസ് ടു റാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം എനിക്ക് 4 പേജുകളിലുള്ള കുറച്ച് ടെക്സ്റ്റുകളാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 21,8 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 4 പേജുകളിലായിട്ട് കുറച്ച് സാമ്പിൾ ടെക്സ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം 4 പേജുകളിലായിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു കവർ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ മൗസ് സെലക്ട് ചെയ്ത ശേഷം എൻ്റർ എന്നുള്ള കീ ഉപയോഗിച്ച് താഴേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് പേജിൽ വന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം ആ ഒരു ടെക്സ്റ്റും സെൻറ്ററിലേക്ക് എൻ്റർ എന്നുള്ള കീ ഉപയോഗിച്ച് സെൻറ്ററിലേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റും താഴേക്ക് മൂവ് ആവുന്നത് കാണാൻ. എന്നാൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നോർമൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു 4 പേജ് തന്നെ എടുത്തിട്ടുണ്ട് വീണ്ടും. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ മൗസ് സെലക്ട് ചെയ്തു. ശേഷം ടോപ്പിൽ കാണുന്ന ലേ ഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഭാഗത്ത് കാണുന്ന ബ്രേക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ നെക്സ്റ്റ് പേജ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റുകളുടെ ഫ്രണ്ടിലായിട്ട് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ആയതായിട്ട് കാണാം. ശേഷം ഈ ഒരു ഫസ്റ്റ് പേജിൽ വന്നിട്ട് ഞാൻ ഇവിടെ ടൈറ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ടൈറ്റിൽ ഓഫ് ദി പ്രോജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഞാൻ സൈസ് കുറച്ച് എൻലാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ 36 എന്ന സൈസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ താഴെ ഞാൻ സബ് ടൈറ്റിൽ ഓഫ് ദി പ്രോജക്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. സബ് ടൈറ്റിൽ ഓഫ് ദി പ്രോജക്റ്റ് എന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ 26 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഹൈപ്പർ ലിങ്ക് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഏറോ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പേജ് ലേഔട്ട് എന്നുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു വിൻഡോയിൽ 3 സബ് ടാബുകൾ കാണാം. ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഈ ഭാഗത്ത് കാണുന്ന പേജ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് കാണാം. ഈ ഒരു ഭാഗത്ത് ടോപ്പ് എന്നാണ് ഡിഫോൾട്ടായിട്ടുണ്ടാകുക. ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്ത് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റ് കവർ ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു 4 പേജുകളിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകൾ നമുക്ക് സെൻറ്ററിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലേഔട്ട് എന്നുള്ള ഓപ്ഷനിൽ വന്നു. ഈ ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്തു. പേജ് ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നു. ലേഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ 4 പേജുകളിലെ ടെക്സ്റ്റും സെൻറ്ററിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, വേർഡ്, മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.